ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ആദ്യമായി നമുക്ക് പതിവ് പോലെ തന്നെ നിഫ്റ്റിയിൽ എന്താണ് ഇന്ന് സംഭവിച്ചത്, നമ്മളുടെ ട്രേഡിംഗ് ചാൻസുകൾ എന്തൊക്കെയായിരുന്നു എന്നൊന്ന് പരിശോധിക്കാം. ഇന്ന് നിഫ്റ്റിക്ക് 287 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് നൽകാൻ കഴിഞ്ഞിരുന്നത്. ഇന്നലത്തെ മൂവ്മെന്റിന്റെ പകുതിയിൽ അല്പം അധികം. ഇന്ന് നിഫ്റ്റി ഓപ്പൺ ആയത് ഈ ലെവലിലായിരുന്നു. 21,982 ഓപ്പൺ ചെയ്ത് അതേ ക്യാൻഡിലിൽ തന്നെ ഇന്നത്തെ ഡേയ്സ് ലോ രേഖപ്പെടുത്തി 21,917 വരെ. അതിനുശേഷം നിഫ്റ്റി അപ്വേർഡ് തന്നെ സഞ്ചരിക്കുകയാണ് ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, നമ്മൾ ഇന്നലെ രേഖപ്പെടുത്തിയിരുന്ന 21,903 എന്ന സപ്പോർട്ട് ലൈൻ കൃത്യമായും നിലനിർത്തിക്കൊണ്ട് അവിടെ നിന്നും അപ്വേർഡ് സഞ്ചരിക്കുകയാണ് ചെയ്തത്. ഞാൻ ഇന്ന് നമ്മുടെ വാട്സപ്പ് ചാനലിൽ കൃത്യമായും ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ ആയി റെഡ് ലൈൻ രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ബ്ലാക്ക് ലൈൻ രേഖപ്പെടുത്തി ഈ ലെവൽ ഇന്നലെ ലാസ്റ്റ് രേഖപ്പെടുത്തി കൊടുത്തിരുന്നത് പോലെ തന്നെ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ ഗ്രീൻ ലൈനും രേഖപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. ഇതിനിടയിൽ ഇവിടെ ബ്ലാക്ക് ലൈൻ വീണ്ടും രേഖപ്പെടുത്തിയിരുന്നു. ഈ ഇടയിൽ ഈ റെഡ് ആൻഡ് ഗ്രീൻ ലൈനുകൾക്കിടയിൽ ഒരു കൺസോൾട്ടേഷൻ തന്നേക്കാം. എങ്ങോട്ടേക്ക് ബ്രേക്ക് ചെയ്യുന്നോ ആ ലൈനിലോട്ട്, ആ ഡയറക്ഷനിലോട്ട് ട്രേഡ് ചെയ്യാം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിനിടയിൽ എനിക്ക് നല്ല സ്കാൾപ്പിംഗ് സാധിച്ചിരുന്നു. അത് അത്തരത്തിൽ ട്രേഡ് ചെയ്തു. വീണ്ടും ഇവിടെ നിന്നും സപ്പോർട്ട് എടുത്തുകൊണ്ട് പ്രൈസ് അപ്വേർഡ് മൂവ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ തന്നെ ജോയിൻ ചെയ്ത് ഈ ബ്ലാക്ക് ലൈൻ സ്റ്റോപ്പ് ലോസ് ആയി ലെവലായി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്തിരുന്നു. സമയം നല്ല ടാർഗറ്റ് എനിക്ക് ലഭിച്ചിരുന്നു. ഈ ലെവൽ ഞാൻ കൃത്യമായും വാട്സപ്പ് ചാനലിലൂടെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇവിടെ എത്തുമ്പോൾ ഇതിനു മുകളിൽ ഒരു ടാർഗറ്റും കൂടെ രേഖപ്പെടുത്തിയിരുന്നു എങ്കിൽ പോലും ചാനലിലുള്ള പുതുതായി മാർക്കറ്റിലോട്ട് കടന്നു വന്നിട്ടുള്ളവർക്ക് കൺഫ്യൂഷൻ ആയാലോ എന്ന് കരുതി ഈ ബിഗ് റൗണ്ട് നമ്പേഴ്സ് 22,200, 100 ഇങ്ങനെ 100, 50, 75 സംഖ്യകളെല്ലാം സാധാരണ ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആയി മാറുന്നത് കാണാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു അപ്വേർഡ് മൂവ്മെന്റിന് ഒരു താമസം വരുമ്പോൾ അപ്പോൾ തന്നെ ഞാൻ ചാനലിൽ കൂടി പറഞ്ഞിരുന്നു, ഈ നമ്പർ ചിലപ്പോൾ ഒരു റെസിസ്റ്റൻസ് ആയി മാറിയേക്കാം, അതുകൊണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമെന്ന്. പ്രോഫിറ്റ് ബുക്ക് ചെയ്യൽ അതൊക്കെ അവരവരുടെ സൗകര്യം പോലെയാണ്. ബട്ട് ഞാൻ ഈ ഏരിയയിൽ കൃത്യമായും പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അതിനുശേഷം അതിനു മുമ്പ് തന്നെ ഞാൻ ഈ ലെവൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആയി നൽകിയിരുന്നു. അതിൻ്റെ കാര്യങ്ങളും ചാനലിൽ വിശദീകരിച്ചിരുന്നു. ഇവിടെ നിന്നും ടാർഗറ്റ് ബുക്ക് ചെയ്തു. വീണ്ടും ചെറിയ രീതിയിൽ പ്രൈസ് ഡൗൺ വന്ന് എൻ്റെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. വീണ്ടും ഞാൻ ചാനലിൽ ട്രേഡ് കൊടുത്തിരുന്നില്ല എങ്കിലും ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഈ ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. PE ബൈ ചെയ്ത് ഹോൾഡ് ചെയ്തു. സാമാന്യം നല്ല ടാർഗറ്റ് അതിനും ലഭിച്ചിരുന്നു. എന്നാൽ ഇവിടെയെല്ലാം കൃത്യമായി നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ലെവലുകളിൽ കൂടെ മാത്രമാണ് പ്രൈസ് സഞ്ചരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ചാനലിൽ ഉണ്ടായിരുന്നവർക്കും സാമാന്യം ഭേദപ്പെട്ട ടാർഗറ്റുകൾ ലഭിച്ചിട്ടുണ്ടാവും. പ്രോഫിറ്റിലായിരിക്കാം ട്രേഡ് എൻഡ് ആയിട്ടുണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് പ്രൈസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ എങ്ങനെയായിരിക്കാം നമ്മുടെ ട്രേഡ് എന്നൊന്ന് പ്ലാൻ ചെയ്യാം. അഥവാ നമുക്ക് ലഭിക്കേണ്ടുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ്, സപ്പോർട്ട്, മറ്റ് ലെവലുകൾ ഒന്ന് നമുക്ക് രേഖപ്പെടുത്താം. 22,076 എന്ന ലെവലാണ് ഞാൻ നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ലഭിച്ചേക്കാവുന്ന ആദ്യ സപ്പോർട്ടായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ്, ഇന്ന് പ്രൈസ് നിന്നിട്ടുള്ള അതേ ഏരിയയിൽ തന്നെ ഒരു പ്രൈസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എന്ന രീതിക്കാണ് ഞാൻ എൻ്റെ സപ്പോർട്ട്, റെസിസ്റ്റൻസ് എന്നിവ സാധാരണയായി രേഖപ്പെടുത്തി പോകാറ്. ആ കണക്കിന് ഇന്നിവിടെ മാർക്കറ്റ് ക്ലോസ് ആയി. നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ മാത്രമാണ് ഇത് പ്രോപ്പറായി വർക്കാവുക. അതല്ലെങ്കിൽ പ്രൈസ് എവിടെയാണോ ഓപ്പൺ ആകുന്നത് അവിടെ നിന്നും പ്രൈസ് തരുന്ന ഒരു മൂവ്മെന്റ് എങ്ങോട്ടെന്ന് ഒരു ഡയറക്ഷൻ മനസ്സിലാക്കി എടുത്തുകൊണ്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന സപ്പോർട്ട്, റെസിസ്റ്റൻസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാനൊരു ട്രേഡ് പ്ലാൻ ചെയ്യാറ്. നിങ്ങൾക്കും അത് സാധ്യമാകും തീർച്ചയായും. അപ്പോൾ ഞാൻ 22,076 എന്ന ലെവലാണ് ആദ്യത്തെ സപ്പോർട്ടായി കണക്കാക്കുന്നത്. ഇന്ന് രേഖപ്പെടുത്തിയ ഹൈ തന്നെയാണ് ഞാൻ ആദ്യം ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റൻസ് സോണായും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്ന ഒരു ഫീലാണ് തരുന്നതെങ്കിൽ, അങ്ങനെ ഒരു കൺഫർമേഷനാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ, അതുവരെ നൽകിയ ലോ ഓർ സ്ട്രിക്റ്റ് ആയി ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. ആദ്യമായി ലഭിക്കേണ്ട ടാർഗറ്റ് 22,206 എന്ന ഇന്ന് രേഖപ്പെടുത്തിയ ഹൈ തന്നെയാണ്. അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടാവുന്ന ഒരു ഡിക്ലൈനും
ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ മൂവ് ചെയ്യുന്നു എന്ന ഒരു കൺഫർമേഷനാണ് തരുന്നതെങ്കിൽ വീണ്ടും കോൾ ഓപ്ഷൻ വാങ്ങി ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ആദ്യം പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഹൈ തന്നെയാണ്. എന്നാൽ അതിന് മുകളിൽ വീണ്ടും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് അപ്വേർഡ് ഡയറക്ഷനിൽ സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കരുതുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവയെല്ലാം. ഇന്നലത്തെ നമ്മളുടെ വീഡിയോയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അത് കൃത്യമായി മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇത് കൃത്യമായും എൻ്റെ ഒരു ട്രേഡിംഗ് സൗകര്യത്തിന് വേണ്ടി തയ്യാറാക്കുന്ന പ്ലാൻ തന്നെയാണ്. ഈ പ്ലാൻ ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ നാളെ ട്രേഡ് ചെയ്യുക. എന്നാൽ ഇവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡൗൺവേർഡ് ഡയറക്ഷനിൽ സഞ്ചരിക്കുകയും ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു PE ഓപ്ഷൻ വാങ്ങി ഡേയ്സ് ഹൈ ഓർ ഈ ലെവൽ ഇന്നത്തെ ഉയരം സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്നത് അതുവരെ നൽകിയ ലോയാണ്. തുടർന്ന് അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഈ ഡയറക്ഷനിലേക്ക് സെല്ലിംഗ് ഡയറക്ഷനിലേക്ക് പ്രൈസ് മൂവ് ചെയ്തേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അടുത്തതായി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കാം. 666 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി രേഖപ്പെടുത്തിയത്. ഇന്ന് ബാങ്ക് നിഫ്റ്റി ഈ ലെവലിലാണ് ഓപ്പൺ ചെയ്ത് ഉടൻ തന്നെ ഒരു സെല്ലിംഗ് വരികയും നമ്മൾ തൊട്ട് താഴെയായി രേഖപ്പെടുത്തിയിരുന്ന ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് പ്രൈസ് ഇവിടെ വരെ സഞ്ചരിച്ചു എങ്കിലും 46,565 എന്ന ഒരു ലോ നൽകിയെങ്കിലും പെട്ടെന്ന് തന്നെ മാർക്കറ്റ് അപ്വേർഡ് ഹോൾഡ് ചെയ്തു ഇവിടെ നിന്ന് മൂവ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെയും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ടാർഗറ്റ് സോണുകളിലോട്ട് അല്ലെങ്കിൽ ലെവലുകൾ കൃത്യമായി ബാങ്ക് നിഫ്റ്റി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന റെസിസ്റ്റൻസ് സോൺ, ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് സോൺ ഇവിടമായിരുന്നു. അവിടെയൊക്കെ കൃത്യമായ ഒരു ഡയറക്ഷൻ ട്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നിഫ്റ്റി രേഖപ്പെടുത്തിയ അതേ സ്ഥലത്ത് നിന്ന് തന്നെ സെല്ലിംഗ് വന്നു. കൃത്യമായും അതേ ഡിക്ലൈനിലോട്ട് വന്ന് ഇന്നലത്തെ ലോയുടെ അഥവാ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ഈ ലെവലിലോട്ട് കൃത്യമായി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്തിരുന്നില്ല, അത്ര തന്നെ ശ്രദ്ധിച്ചിരുന്നുമില്ല. ഞാൻ പൊതുവിൽ സാധാരണയായി നിഫ്റ്റിയാണ് ട്രേഡ് ചെയ്യാൻ കൂടുതൽ ഇഷ്ടപ്പെടാറ്. എങ്കിലും ഇത് വേണമെങ്കിലും ട്രേഡ് ചെയ്യും. എന്നാൽ എൻ്റെ താല്പര്യം അധികവും ഒരു ഇൻഡെക്സ്, അത് നിഫ്റ്റിയാണ്, ഒരു മൈൽഡായി എപ്പോഴും സഞ്ചരിക്കും എന്നാണ് എനിക്ക് അതിനോട് തോന്നാറ്. അതുകൊണ്ട് ഞാൻ നിഫ്റ്റിയാണ് കൂടുതൽ ഇഷ്ടപ്പെടാറ്. എങ്കിലും പ്രൈസ് ആക്ഷൻ അഥവാ ക്യാൻഡിൽ പാറ്റേണുകൾ പഠിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നമുക്ക് എല്ലാ സ്റ്റോക്കുകളും എല്ലാ ഇൻഡെക്സുകളും എല്ലാം അനലൈസ് ചെയ്യാൻ കഴിയും. അതിനനുസരിച്ച് ഏതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നോ അത് ട്രേഡ് ചെയ്യാൻ കഴിയും. ഒരുപക്ഷെ നിങ്ങൾ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുള്ള ഷെയർ മാർക്കറ്റിൽ വിജയിക്കാൻ എന്ത് പഠിക്കണം എന്ന വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഈ ക്യാൻഡിൽ പാറ്റേണുകൾ അല്ലെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണുകൾ നമ്മൾക്ക് ഒരു പോസിറ്റീവ് ട്രേഡിംഗ് അല്ലെങ്കിൽ പോസിറ്റീവായി ഡിപ്പോസിറ്റ് ചെയ്യാനോ ഷെയർ വാങ്ങി ഹോൾഡ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒക്കെ സാധ്യമാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് വിശദമായി അതിനകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായും കാണുക. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകും. അങ്ങനെയെങ്കിൽ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളുടെ പ്രാധാന്യവും ക്യാൻഡിൽ പാറ്റേണുകളുടെ പ്രാധാന്യവും ഒന്നുകൂടി നിങ്ങൾക്ക് ബോധ്യപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. നിഫ്റ്റിയിൽ തന്നിട്ടുള്ള ക്യാൻഡിൽ പാറ്റേണുകളും എന്നാൽ ഇവിടെ ലഭിച്ചിട്ടുള്ള ക്യാൻഡിൽ പാറ്റേണുകളും ഈ ഏരിയയിൽ ലഭിച്ചിരിക്കുന്ന ക്യാൻഡിൽ പാറ്റേണുകളും എല്ലാം പ്രത്യേകമായ ഇൻഡിക്കേഷൻസ് ആണ്. ഇത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് തീർച്ചയായും ഒരു പോസിറ്റീവ് ട്രേഡ് കണ്ടക്ട് എടുക്കാൻ കഴിഞ്ഞേക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താല്പര്യമുള്ളവർ തീർച്ചയായും ആ വീഡിയോകൾ കാണുക. ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട്സ് ഏതാണ് എന്ന് നോക്കാം. 47,235 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ നാളെ നമുക്ക് ആദ്യം ലഭിച്ചേക്കാവുന്ന ഒരു റെസിസ്റ്റന്റ് സോണായി ഞാൻ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ലോയായ 46,566 തന്നെയാണ് ആദ്യമായി ലഭിക്കേണ്ട സപ്പോർട്ട് സോണും. ഇന്ന് കമ്പാരിറ്റീവ്ലി ഒരു സാധാരണ ദിവസത്തെ ചെറിയ മൂവ്മെന്റ് മാത്രമാണ് ബാങ്ക് നിഫ്റ്റി തന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് കാര്യമായ സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണുകൾ ഇല്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു സ്റ്റൈൽ അനുസരിച്ച് അങ്ങനെ ഇല്ല. എന്നാൽ ഇവിടെ ഒരു കണ്ടിന്യൂവേഷനായി നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ഇവിടെ നിന്നും ഒരു സപ്പോർട്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എങ്കിൽ
അതുവരെ നൽകിയ ലോ ഓർ ഈ ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്യും. ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് എന്നത് ഈ ലെവലിന് മുകളിൽ, പ്രധാന ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്തു കഴിഞ്ഞാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. എന്നാൽ ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു ഡൗൺവേർഡ് ഡയറക്ഷനാണ് നൽകുന്നത് എന്ന് ഫീൽ ചെയ്താൽ, പ്രൈസ് ആക്ഷൻ പ്രകാരം അങ്ങനെ ഒരു ഇൻഡിക്കേഷനാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഹൈ അല്ലെങ്കിൽ തൊട്ടു മുകളിലുള്ള റെസിസ്റ്റൻസ് സോൺ കൃത്യമായ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രൈസ് ഇവിടെ ഓപ്പൺ ചെയ്തതിനു ശേഷം ഈ ലെവൽ ടെസ്റ്റ് ചെയ്യാം. അങ്ങനെയെങ്കിൽ ഈ ലെവൽ വരെ ടെസ്റ്റ് ചെയ്തതിനു ശേഷം വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു ഡിക്ലൈൻ ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതുവരെ ലഭിച്ച ഉയരം, അതല്ലെങ്കിൽ അതുവരെ നൽകിയ ഉയരത്തിന് തൊട്ടു മുകളിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ള റെസിസ്റ്റൻസ് സോണാണ് ഞാൻ സാധാരണയായി സ്റ്റോപ്പ് ലോസ് പോയിന്റ് ആയി ഫിക്സ് ചെയ്യാറ്. അതിനുശേഷം ഡൗൺവേർഡ് ഡയറക്ഷനോട് ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് കാര്യമായ മൂവ്മെന്റ് ഉണ്ടായിരുന്നില്ല എന്നതിനാൽ തന്നെ ഇന്നലെ നമ്മൾ വീഡിയോയിൽ രേഖപ്പെടുത്തിയിരുന്ന അതേ ലെവലുകൾ തന്നെയാണുള്ളത്. അവ കൃത്യമായും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് സെൻസെക്സ് ഇനി എന്തായിരുന്നു നമുക്ക് തന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പരിശോധിക്കാം. 868 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് ഇന്ന് സെൻസെക്സ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ലെവലിൽ ഓപ്പൺ ചെയ്തു. നമ്മളുടെ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് ലെവലിൽ കൃത്യമായി സപ്പോർട്ട് എടുത്തുകൊണ്ട് രാവിലെ തന്നെ ആദ്യത്തെ 5 മിനിറ്റ് അതൊരു സെല്ലിംഗ് ക്യാൻഡിലായിരുന്നു കാണിച്ചിരുന്നത്. ഒരു റിജക്ഷൻ, ഡൗൺവേർഡ് റിജക്ഷൻ ക്യാൻഡിലായിരുന്നു. എന്നാൽ തുടർന്ന് വന്ന ക്യാൻഡിലുകൾ അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിനു ശേഷം നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന കൃത്യം ലെവലിൽ ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് തുടർന്ന് 72,671 എന്ന ലെവലിൽ നിന്നും അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണ് ചെയ്തത്. അവിടെ നിന്നും ഏതാണ്ട് 73,367 എന്ന ലെവൽ വരെ ഏതാണ്ട് 700 പോയിന്റുകളുടെ വൺ സൈഡ് അപ്വേർഡ് ഡയറക്ഷൻ ലഭിച്ചിട്ടുണ്ട്. കൃത്യമായി ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞവർക്ക്, പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞവർക്ക് തീർച്ചയായും നല്ല ട്രേഡുകൾക്ക് സാധ്യമായിട്ടുണ്ട്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും എല്ലാം രേഖപ്പെടുത്തിയതുപോലെ തന്നെ കൃത്യമായ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് എടുത്ത് അവിടെ നിന്നും സെൻസെക്സും ഡൗൺവേർഡ് സഞ്ചരിക്കുകയാണ് ചെയ്തത്. എന്നാൽ പ്രൈസ് ടെസ്റ്റ് ചെയ്തിരിക്കുന്ന ഏരിയകൾ വളരെ കൗതുകം നിറഞ്ഞതാണ്. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന എല്ലാ സപ്പോർട്ട് സോണുകളും റെസിസ്റ്റൻസ് സോണുകളും കൃത്യമായി ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാളത്തേക്ക് വേണ്ടി ഇന്ന് ലഭിച്ചിരിക്കുന്ന പ്രൈസ് മൂവ്മെന്റുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് സോണുകൾ ഏതെല്ലാമാണ് എന്നൊന്ന് പരിശോധിക്കാം. 72,919 എന്ന ലെവലാണ് ഞാൻ ആദ്യത്തെ സപ്പോർട്ട് സോണായി കണക്കാക്കുന്നത്. അതായത് ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നാളെ സെൻസെക്സ് നൽകുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അതുവരെ നൽകിയ ലോ ഓർ പ്രധാനമായും ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ഉയരമാണ്. അതിവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, 73,376 എന്ന ലെവൽ. അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് പ്രൈസ് ആക്ഷൻ പ്രകാരം അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഹൈ ആണ് നമുക്ക് ആദ്യമായി ലഭിക്കേണ്ട ടാർഗറ്റ്. എന്നാൽ അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് അപ്വേർഡ് ഡയറക്ഷനിൽ സഞ്ചരിച്ചേക്കാം എന്ന പ്രതീക്ഷയിൽ ഈ ടാർഗറ്റുകളെല്ലാം പ്രതീക്ഷിക്കും. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിൽ നിന്നുകൊണ്ട് ട്രേഡ് ചെയ്യും. ഇനി ഇവിടെ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് ലഭിക്കുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം അല്ലെങ്കിൽ ഈ ലെവൽ പ്രധാന സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ ആദ്യമായി ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ക്ലോസ് ആയാൽ തുടർന്ന് കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നുവെങ്കിൽ തന്നിരിക്കുന്ന അതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ താഴോട്ട് വീണ്ടും ഇതേ ടാർഗറ്റുകൾ പ്രതീക്ഷിക്കും. ഇവയെല്ലാം ഇന്നത്തെ വീഡിയോയിൽ രേഖപ്പെടുത്തിയവ തന്നെയാണ്. ഞാൻ സാധാരണയായി എൻ്റെ ചാർട്ടുകളിൽ ഇത്തരത്തിൽ രേഖപ്പെടുത്തുകയാണ് പതിവ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ രേഖപ്പെടുത്താം. അതിനുശേഷം നിങ്ങളുടെ ഒരു അനലൈസിന് ശേഷം നിങ്ങൾക്കും ഫീൽ ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് കൃത്യമായി ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് ഉണ്ടാവട്ടെ. നാളെ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ
എങ്ങനെയായിരിക്കും ദിവസം എന്ന് നാളത്തെ വൈകുന്നേരം മാത്രമല്ലാതെ നമുക്ക് പറയാൻ സാധ്യമല്ല. എങ്കിലും എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ, നല്ല പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നാളെ വൈകുന്നേരം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.